എല്ലാരും പുറത്തിറങ്ങ. എല്ലാരും അകത്തോട്ടോ. നിങ്ങളെ പിടിച്ചിറക്കിയാലേ ഇറങ്ങുള്ളുന്നുണ്ടോ? ഇങ്ങോട്ട് ഇറങ്ങാൻ. അഞ്ചുപേരും ഇപ്പൊ എന്തു പറയുന്നു? ഞങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്കറിയാവുന്ന കാര്യം ആ വീട്ടിലെ കാര്യസ്ഥന് അറിയില്ലല്ലോ. ആരതി താമസിക്കാത്തൊരു വീട് നിങ്ങൾ എന്തിനാ പോലീസിന് കാണിച്ചത്? ആരതി അവിടെ താമസിച്ചതായിട്ട് ഞങ്ങൾക്കറിയൂ സർ. വീടിന്റെ കാര്യസ്ഥൻ എന്താ അങ്ങനെ പറഞ്ഞെന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ആ കാര്യസ്ഥനെ ഞങ്ങൾ കണ്ടിട്ടില്ല സാർ. അയാളും ആളറിയാതെ പറഞ്ഞായിരിക്കും സാർ. നിങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ട് നിങ്ങൾ പറയുന്ന വഴിയിലൂടെ ആ വീടിന്റെ അഡ്രസ്സോ ലൊക്കേഷൻ മാപ്പോ ഒന്നും ഇല്ലാതെ വന്ന ഞാനൊരു മണ്ടനാണെന്ന് കരുതിയോ? ആരതി താമസിക്കുന്ന വീടാണെന്നും പറഞ്ഞ് ഏതെങ്കിലും പൂട്ടിക്കിടന്ന വീട് ചൂണ്ടിക്കാണിച്ച് തന്ന ഞാൻ അതങ്ങ് വിശ്വസിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? എല്ലാം കൂടി അലമ്പായല്ലോ. ഞങ്ങൾക്ക് ഈ ഒരു വീടേ അറിയൂ. വേറൊരു വീട്ടിൽ ആരതി താമസിക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല. അതെ സർ, ഞങ്ങള് ഇവിടെ വെച്ചാ ആരതി കണ്ടിട്ടുള്ളത്. വീടിനടുത്ത് കിടന്ന് നീ ഉരുളരുത്. നീ നിന്റെ നമ്പർ എന്നിട്ട് ആരതിയായിട്ട് എന്നോട് സംസാരിച്ചു. അത് ഞാൻ വിശ്വസിച്ചെന്നാണോ നീ കരുതിയെ? എന്നെ വിശ്വസിപ്പിക്കാൻ വൃന്ദ ഒരു കള്ളക്കഥ പറഞ്ഞു. അപ്പോഴും ഞാനത് ഗൗരവമായിട്ട് എടുത്തില്ലാന്ന് നിങ്ങൾ വിശ്വസിച്ചു. ഞാൻ നിങ്ങളെ അങ്ങനെ ബോധ്യപ്പെടുത്തിയതാ. എനിക്ക് നിങ്ങളെ സംശയമില്ല എന്ന് ബോധ്യപ്പെടുത്താൻ. അതെന്തിനാണെന്നറിയോ? നിങ്ങളെ എല്ലാം ഇവിടെ എത്തിക്കാൻ. ഇവരെ ശരിക്കൊന്ന് ചോദ്യം ചെയ്താ നമുക്ക് കിട്ടേണ്ടതെല്ലാം കിട്ടും സർ. നിങ്ങളെല്ലാം അറിയുന്ന ഒരാളെന്ന നിലയ്ക്ക് അങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ സത്യം എന്താണെന്ന് തുറന്നു പറയണം. നിങ്ങൾക്ക് ആരതി എന്നൊരു ഫ്രണ്ടില്ലാന്ന് ഞാൻ നേരത്തെ തന്നെ മനസ്സിലാക്കിയത്. ഇല്ലാത്തൊരു ഫ്രണ്ടിനെ പറ്റി പറഞ്ഞ് നിങ്ങൾ പോലീസിനെ കബളിപ്പിച്ചെന്തിനാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഈ ആരവ് എന്ന പ്രതിയെ നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ടോ? സാർ എന്തൊക്കെയാ ചോദിക്കുന്നേ? ഞങ്ങൾക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഞങ്ങൾക്കൊന്നും അറിയില്ല സർ, സത്യമായിട്ടും. അങ്ങനെ നൈസായിട്ട് പറഞ്ഞങ്ങ് ഒഴിയല്ലേ. എന്റെ സംശയം മാറാതെ നിങ്ങൾ 5 പേരും ഇവിടെ നിന്ന് പുറത്തു പോവില്ല. ആരവെന്ന പ്രതിയുടെ പേരിൽ സംശയാസ്പദമായി എനിക്ക് നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ചുറ്റിക്കളികൾ അവസാനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം ഒന്ന് വ്യക്തമാക്കിയേ പറ്റൂ. അത് പറയാതെ നിങ്ങൾ എനിക്ക് റിലീസ് ചെയ്യാനാവില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഇതൊന്നും ശരിയാവൂല. ഇപ്പൊ എന്തായി? മേഘ, കരയാതെ കാര്യം എന്താന്ന് പറ. മാറങ്ങോട്ട്. ഇവരോട് അപ്പോഴേ ഞാൻ പറഞ്ഞ ഇതൊന്നും ശരിയാവൂല. ആരും പറഞ്ഞത് കേട്ടില്ല. വെറുതെ കരയുന്ന സാർ, ഒരു കാര്യമില്ല. നിങ്ങൾ തടയണ്ട. മേഘ പറയട്ടെ. കമോൺ മേഘ, നിങ്ങൾക്ക് എന്തോ പറയാനുണ്ട്, പറയൂ. മേഘ ഇവരോടല്ല എന്താ പറഞ്ഞേ? പറ.
ആരതി നേരിട്ട് ഇവിടെ വരാതെ അവിടെ താമസിച്ചിരുന്ന വീട് കൊണ്ട് കാണിച്ച സാറ് വിശ്വസിക്കില്ലെന്ന് അപ്പോഴേ ഞാൻ ഇവരോട് പറഞ്ഞതാ. ആരതി എന്ന ഫ്രണ്ട് ഞങ്ങൾക്ക് ഇല്ല എന്ന് സാറ് പറയുന്നു, ഉണ്ടെന്ന് ഞങ്ങളും. ആരതി നേരിട്ട് വരാത്തതല്ലേ ഇതിനൊക്കെ കാരണമായത്. ശരി, ആരതി എന്ന് പറയുന്ന ഫ്രണ്ട് നിങ്ങൾക്കുണ്ടെന്ന് പറയുന്നതിൽ എന്താ തെളിവ്? അങ്ങനെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്കില്ല എന്ന് പറയുന്നതിന് സാറിന്റെ ഭാഗത്ത് എന്താ തെളിവ്? പരസ്പരം തെളിവ് ചോദിച്ച് തർക്കിക്കേണ്ട വിഷയമല്ല ഇത്. ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും പോലീസിന് അത് വിശ്വസിക്കാനാവില്ല. സാറ് കല്യാണം ആലോചിച്ചിരിക്കുന്ന പെണ്ണിനെ സ്റ്റേഷനിൽ കയറ്റിയേക്കുന്നത് ഇത് മോശമല്ലേ സാർ? അങ്ങനെ ഒരു ആലോചന ഉണ്ടായെന്ന് കരുതി അതിന്റെ പേരിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യുന്നു ആരും കരുതണ്ട. സത്യം തുറന്നു പറഞ്ഞാൽ നിങ്ങൾക്ക് പുറത്തു പോവാം, അല്ലെങ്കിൽ 5 പേരും വിഷമിക്കും. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ അതിലേറെ വിഷമിക്കും. ഇവരെല്ലാം തിരികെ കൊണ്ടുപോകാനുള്ള ഏർപ്പാടിലേക്ക് SI അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അതുവരെ ആരെയും പുറത്തു വിടരുത്. ഓക്കെ സർ. നടക്കടി അങ്ങോട്ട്. നടക്കാൻ. പ്ലീസ്. ഹലോ, ഞാൻ SI ഇന്ദ്രപാൽ, മിനിസ്റ്ററുടെ മകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറാണ്. ഞാൻ SI ദർശന, സ്റ്റേഷൻ SI ആണ്. ആ 5 പിള്ളേരെ കസ്റ്റഡിയിലെടുത്തിട്ട് ഇവിടെ തന്നെ ഉണ്ടോ, അതോ ACP സാറിനെ കണ്ണും കവളും കാണിച്ച് പുറത്തു പോയോ? അതൊന്നും ACP സാറിന്റെ അടുത്ത് നടക്കില്ല. സാറ് ഭയങ്കര ചൂടില്ല. 5 എണ്ണത്തിനെ നിർത്തി പൊരിച്ചു കളഞ്ഞില്ലേ. ആ പിള്ളേരെവിടെ? അവരകത്തിരുത്തിയിട്ടുണ്ട്. എന്റെ ഒരു സർവീസ് എക്സ്പീരിയൻസ് വെച്ച് ഞാനിതെല്ലാം ACP സാറിന് ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഞാൻ അന്ന് പറഞ്ഞ കാര്യം സാറിന് ഇപ്പോഴാണ് കത്തിയത്.